ഓക്കെ ഗേസ്, ഇത് ഏതാ ഗെയിമെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും ട്ടാ. ഇതാ മറ്റേ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയാ. ഈ ഗെയിമിൽ അങ്ങനെ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നേക്കാ. ഈ അപ്ഡേറ്റിലപ്പോൾ ഗെയിമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീടില്ലേ, ഈ വീട് മാറിയിട്ടുണ്ട് ട്ടാ. ആദ്യം ഇത് ചെറിയൊരു വീടായിരുന്നു, ഇപ്പം ഇത് വലിയ വീടാക്കി. മുമ്പിൽ പിന്നെ ഒരു റൂം കാണാൻ പറ്റും. ഇതാ മറ്റേ ജിമ്മിൻ്റെ റൂമാ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് സെറ്റപ്പും കാണാൻ പറ്റും. 3 മോണിറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ CPU ഇല്ല കേട്ടാ. ഇവിടെ എനിക്ക് CPU കാണാനില്ല. CPU ഇല്ലാണ്ട് ഇതെങ്ങനെ ഓണാക്കാ? ഒരു RTX 4090 PC വേണ്ടേ? ഇയാൾ കുറച്ച് കാശുള്ള ആളാ. ഇവിടെ പിന്നെ ഒരു ഗെയിമിംഗ് ചെയറുണ്ട്. അത് ഗെയിമിംഗ് ചെയർ അല്ല, ഒരു സാധാരണ ഓഫീസ് ചെയറാ. എന്നാലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ മുമ്പിൽ ഒരു TV ഉണ്ട്. ഈ TV നമുക്ക് ഓണാക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഗാലറിയിൽ ഉള്ള വീഡിയോസ് ഇല്ലേ, അതൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ വാർഡോബ്, നമുക്ക് ഡ്രസ്സ് മാറാൻ പറ്റും. ഈ അപ്ഡേറ്റിൽ പിന്നെ പുതിയ ഔട്ട്ഫിറ്റൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. അതേതാന്ന് എനിക്കറിയില്ല, മിക്കവാറും വല്ല ഷർട്ടാവും. ഞാൻ പിന്നെ ഈ ഗെയിം അധികം കളിക്കാറില്ല. മെയിനായിട്ട് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളിക്കാറ്. ഇതൊക്കെ ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ. ഇവിടെ മറ്റേ സ്ലൈഡിങ് ഡോർ ഉണ്ട് കേട്ടാ. ഈ സംഭവം നൈസായുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് തുറക്കും. ഇനി നമുക്ക് അടിയിലേക്ക് പോവാം. അടിയിൽ പിന്നെ വലിയ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഇവിടെ പിന്നെ കിച്ചണൊക്കെ സെയിം ആണ് കേട്ടാ, കിച്ചണിലും വലിയ മാറ്റില്ല. ഇത് പിന്നെ ഒരു ബെഡ്റൂമാ. ആദ്യം ഇതൊരു ലിവിങ് റൂമായിരുന്നു. ഇവിടെ ആയിരുന്നു TV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ബെഡ്റൂം ആക്കിയിട്ട് മാറ്റി. ഇവിടെയും ഒരു PC സെറ്റപ്പ് ഉണ്ട്, അതും കൊള്ളാം. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരേജ് കാണാൻ പറ്റും. ഇതാ മറ്റേ വണ്ടിയല്ലേ? ഞാനൊരിക്കൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എന്തോ ഗോൾഡൻ പോലീസ് കാർ അടിച്ചു മാറ്റാന്ന് പറഞ്ഞിട്ട്. ആ കാറാണിത്. ഇതപ്പോൾ ഡീസ്പോൺ ആയില്ലേ? ഞാൻ പോരാത്തിന് ഗെയിം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതെന്താണ്ടായേ? ആ കാറ് ഇപ്പോൾ ഡീസ്പോണായി. ഇവിടെ എന്താണോ സംഭവിക്കണേ? നമുക്ക് ഏതായാലും പുറത്തേക്ക് പോവാം. പുറത്ത് എനിക്ക് വണ്ടികളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ ഉണ്ട്, പിന്നെ മഹീന്ദ്ര താറുണ്ട്. എൻ്റെ വീട്ടിൽ പിന്നെ പട്ടിയും കൂടി ഉണ്ട്. ഈ അപ്ഡേറ്റിൽ പിന്നെ ഹെലികോപ്റ്റർ വന്നുട്ടാ. എൻ്റെ വീടിൻ്റെ മേലെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ഈ സൈഡിൽ പിന്നെ ബാസ്ക്കറ്റ് ബോളിൻ്റെ കോർട്ടുണ്ട്. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കാം. ഇവിടെ പിന്നെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാ മേലേക്ക് കയറി പോകാനായിട്ട്. അത് കൊള്ളാം. ഓക്കെ, ഇതാണ് ആ ഹെലികോപ്റ്റർ. ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാ? ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കി, ചീറ്റ് കോഡ് കിട്ടിയില്ല. നമുക്ക് പക്ഷെ മൊബൈലിലും നോക്കാൻ പറ്റും. ഇവിടെ കാറിൻ്റെ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ കാണാനില്ല. ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് എന്താണാവോ? നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക്. എനിക്ക് ചീറ്റ് കോഡ് കിട്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മളിപ്പോൾ ഏതായാലും ഹെലികോപ്റ്ററിൽ കയറിയേക്കാണ്. ഈ ഗെയിമിൽ പിന്നെ ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് തൽക്കാലം ഈ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യാം, എന്നിട്ട് ബൈക്ക് എടുത്ത് പോവാം. ഈ ഗെയിമിൽ പിന്നെ പുതിയ ജംഗിളൊക്കെ വന്നിട്ടാ. ജംഗിളിൽ ഒരു സിംഹം കൂടി ഉണ്ട്. സിംഹത്തിനും ചീറ്റ് കോഡ് ഇല്ലയെന്നാ തോന്നണേ. അത് ആ ജംഗിളിൽ റാൻഡംലി സ്പോണാവും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ജംഗിളിൽ പോവാം. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ മതി. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ജംഗിളിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് ജംഗിള്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സിംഹത്തിനെ കാണാൻ പറ്റും. ഈ സിംഹം എവിടെയാ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി നോക്കാം. സിംഹം ഇങ്ങനെ റാൻഡംലി സ്പോണാവും, അല്ലാണ്ട് അതിന് ചീറ്റ് കോഡൊന്നും ഇല്ല. ഞാൻ പിന്നെ വേറെ വല്ലവരുടെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു, അവർ അങ്ങനെ പറഞ്ഞേ. ഇവിടെ പിന്നെ ഒരു വീടുണ്ട് കേട്ടാ. ജംഗിളുടെ ഇടയിൽ ഒരു വീടുണ്ട്. ഇത് ഇച്ചിരി ഹോണ്ടഡാന്ന് തോന്നുന്നുണ്ട്.
ഒരു മിനിറ്റ്, നമുക്കൊന്ന് കയറി നോക്കി നോക്കാം. ഈ വീടിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുംട്ടാ. അകത്ത് പിന്നെ ലൈറ്റ് ഒന്നുമില്ല. ലൈറ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്താവോ ആ സിംഹം ഉണ്ടാവുക? അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സിംഹം ഉണ്ടാവും. ഇവിടെ മേലേക്ക് നമുക്ക് കയറാൻ പറ്റുംട്ടാ. നമുക്ക് മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ പക്ഷേ എനിക്ക് ആരെയും കാണാനില്ല. ആ സിംഹം ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അത് പുറത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ സിംഹത്തിനെ കണ്ടേക്കാണ് കേട്ടാ. ആ സിംഹം പക്ഷെ നമ്മളെ കണ്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വരുമോ? അതെനിക്കറിയില്ല. ചെന്ന് നോക്കി നോക്കാം. ഓ, അത് നമ്മളെ കണ്ടുട്ടാ. കിടന്ന് അലറുണ്ട്. നമുക്ക് വേഗം വീട്ടിലേക്ക് ഓടിപ്പോവാം. അതെന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇതിനങ്ങ് വെടി വെച്ചാലോ? എങ്ങോട്ടേക്കാ ഓടിപ്പോണേ? എൻ്റെ തോക്ക് കണ്ടപ്പോൾ അത് ഓടിപ്പോയി. നിക്കടാ അവിടെ, ഇങ്ങോട്ടേക്ക് വാടാ. ഇതെന്തത് ചാവണില്ലല്ലോ? ഇതെന്താ ചാവാത്ത? ആ സിംഹം എന്നെ കടിച്ചുട്ടാ. ഹെൽത്ത് ചെറുതായിട്ട് പോയി. മറ്റേ അൺലിമിറ്റഡ് ഹെൽത്ത് ഇല്ലേ, അത് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ സിംഹം നമ്മളെ കൊല്ലില്ല. ഈ സിംഹം പക്ഷെ ചാവണില്ല. എന്താണാവോ? ഈ ഗെയിമിൽ പിന്നെ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടാ. ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വാണ്ടഡ് ലെവൽ കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്, നമുക്കിവിടെ ആരെയെങ്കിലും കൊല്ലാം. ഓക്കെ, ഇവിടെ 2 പോലീസുകാർ ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ ആ 2 പോലീസുകാരെ കൊന്നു കളഞ്ഞു. ഇപ്പം എനിക്കിവിടെ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ടോട്ടൽ 5 സ്റ്റാർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 സ്റ്റാർ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. വണ്ടി എടുത്ത് നേരെ ബീച്ചിലേക്ക് പോവാം. ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാലേ നമ്മുടെ വാണ്ടഡ് ലെവൽ ഒറ്റയടിക്ക് പോവും. ഇതെന്തത്? 1 സ്റ്റാർ കുറഞ്ഞല്ലോ. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തേക്കാണ്. നമുക്ക് വെള്ളത്തിൽ പോയിട്ട് മുങ്ങാം. അപ്പം നമ്മൾ നേരെ അടിയിലേക്ക് പോവും. ഇത് കണ്ടില്ലേ, നമ്മൾ നേരെ വീട്ടിലേക്ക് ടെലിപ്പോർട്ടായി. നമ്മുടെ വാണ്ടഡ് ലെവലും കൂടിയും പോയി. ഞാനിവിടെ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ ഉണ്ടാക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്ക്. ചിലപ്പോൾ ഈ ട്രിക്ക് വർക്കാവും. എന്നിട്ടായാലും നോക്കി നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.